നമസ്കാരം, എഡ്യൂഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന പരീക്ഷ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഇന്ന് നടന്ന പരീക്ഷയുടെ ആൻസർ കീ ആണ് വായിക്കുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ നമ്മൾ പഠിക്കുന്നതാണ്. നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം, അത് ശരിയാണ്. സൂററ്റ് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിഭജനം 1907 അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 1ഉം 4ഉം ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ചെയ്തത് നമുക്കറിയാം. അത് നമുക്കൊരു ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓസ്ട്രേലിയയാണ്. അതായത് ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. അപ്പോൾ അത് തെറ്റാണ്. അതുപോലെ തന്നെ ലക്നൗ വിപ്ലവം നയിച്ചതാരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഇത് എഴുതിയൊക്കെ മൗലവിയാണ്, അത് തെറ്റാണ്. ബീഹാറിലെ ആരയിൽ വിപ്ലവം നയിച്ചതാരാണ്? കൻവർ സിംഗ്, അത് ശരിയാണ്. ബറേലിയിൽ വിപ്ലവത്തിന് നേതൃത്വം ഖാൻ ബഹദൂർ ഖാൻ, എന്താണ്? അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഉത്തരങ്ങളിൽ ഏതാണ്? ചുവടെ തന്നിരിക്കുന്ന 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന 4 ശരിയാണ്. ഉത്തരം ഏതാണ് വരുന്നത്? 1ഉം 2ഉമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത്. നമുക്ക് ഉത്തരം ഓപ്ഷനിൽ നിന്ന് തന്നെ എടുക്കാം. നമുക്കറിയാം തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി കോളേജ് എന്നാ വന്നത്? 1937 1837 അല്ല. അപ്പോൾ അത് പിന്നീട് എന്തായി? കേരള സർവകലാശാല 1957. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഏതാണ്? 3 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1, അത് ശരിയാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി, ശരിയാണ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സെതൂങ്, ശരിയാണ്. ഇതിൽ മാവോ സെതൂങ്ങിന് ശേഷം ഹുവാ ഗുവോഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നത് തെറ്റാണ്. ഇവിടെ 1ഉം 2ഉം 3ഉമാണ് ശരി. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന 4 ഒള്ളിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം, സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? നമുക്ക് ആ ഓപ്ഷനിൽ നിന്ന് തന്നെ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് തെറ്റ്. 1851 അദ്ദേഹം ജനിച്ചത്, 1853 ജനിച്ചത്. അപ്പോൾ ഒള്ളി എ, ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ 1 ആണ് തെറ്റായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ഏഴാമത്തെ ചോദ്യം, മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. ഓപ്ഷൻ സി ആണ്, മാംഗോ ഷവറാണ്. പഠിച്ചു വെക്കുക. എട്ടാമത്തെ ചോദ്യം, സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ചെടുത്ത പേടകം. ഓപ്ഷൻ എ ആദിത്യ L1 ആണ്. നമ്മുടെ ഇന്ത്യയുടെ ഒരേ ഒരു സൗര ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്ന പേടകത്തിൽ പോയത് അല്ലേ. അടുത്ത ഒമ്പതാമത്തെ ചോദ്യം ഒരു സംശയം ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ലോകത്തിലെ 10ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കാനഡയാണ്.